வழியாகும் இறைவனே போற்றுமென் போற்றி. തിരുമന്ത്രം 5-ാം തന്ത്രത്തിലെ ശക്തി നിപാതം എന്ന ഒരു പുതിയ കാണ്ഡത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ശക്തി നിപാതത്തെ കുറിച്ചിട്ട് തിരുമൂലദേവൻ 4 തരത്തിലുള്ള ഭേദങ്ങളെയാണ് ചിത്രീകരിക്കുന്നത്. മന്ദതരം, മന്ദം, തീവ്രതരം, തീവ്രം എന്നിങ്ങനെ 4 തരത്തിലുള്ള ശക്തി നിപാതങ്ങളുണ്ട്. ശക്തി നിപാതത്തിന് വളരെയേറെ അർത്ഥതലങ്ങൾ കൽപ്പിച്ചിരിക്കുന്നു. തിരുമൂലദേവൻ കൽപ്പിച്ചിരിക്കുന്ന ഈ 4 അർത്ഥാന്തരങ്ങൾക്കും അപ്പുറമുള്ള ഒരു വലിയ തലം കാശ്മീര ശൈവിസത്തിൽ നമുക്ക് കാണാൻ കഴിയും. അവർ ശക്തി നിപാതത്തെ തലനാരിഴ കീറിക്കൊണ്ട് പരിശോധിക്കുന്നുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാര്യൻ അഭിനവഗുപ്തനാണ്. അഭിനവഗുപ്തൻ തന്ത്രാലോകത്തിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായ പഠനത്തിന് വിധേയമാക്കുന്നുണ്ട്. ഈ 4 തരത്തെ അദ്ദേഹം വീണ്ടും വീണ്ടും അനലൈസ് ചെയ്ത് ശക്തിപാദത്തിലേക്കും ശക്തി നിപാതത്തിൽ നിന്ന് ശക്തിപാദത്തിലേക്കും കിടക്കുന്നുണ്ട്. ശക്തി നിപാതവും ശക്തിപാദവും ഏറെക്കുറെ വ്യത്യസ്തമായ അർത്ഥതലങ്ങളാണ് കാണിക്കുന്നത്. നിപാതം എന്ന വാക്ക് വ്യാകരണ പ്രസിദ്ധമായ ഒരു വാക്കാണ്. നിപാതം, അവ്യയം. സംസ്കൃത വ്യാകരണം പഠിക്കുന്നവർക്ക് അറിയാം. നിപാതം, അവ്യയം തുടങ്ങിയ ആ വ്യാകരണ പദങ്ങളുടെ അർത്ഥം എന്താണെന്ന്. നിപാതം എന്ന വാക്കിന് ഒരർത്ഥവുമില്ല. ആ നിപാതം എന്ന ആ വാക്ക് ഏതിനോടാണോ കൂടിച്ചേരുന്നത് അതിന്റെ ശക്തിയെ വർദ്ധിപ്പിക്കുന്ന ഒരു പദമാണ് നിപാതം. അതിന് സ്വന്തമായ ഒരു അർത്ഥമില്ല, സ്വന്തമായ അർത്ഥതലങ്ങളില്ല. മറിച്ച് ഏതിനോടാണോ കൂടിച്ചേരുന്നത്, ഏത് പദത്തിനോടാണോ കൂടിച്ചേരുന്നത് ആ പദത്തിന്റെ ശക്തിയെ 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്ന ഒരു കാറ്റലിക് ഏജന്റ് എന്ന് പറയാവുന്ന ഒരു വാക്കാണ് നിപാതം. അപ്പോൾ ശക്തിയോട് കൂടി ചേർന്ന് ശക്തിയെ വർദ്ധിപ്പിക്കുന്നത് എന്തോ അതാണ് തിരുമൂലദേവൻ ശക്തി നിപാതം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം മന്ദതരമായ ശക്തി നിപാതത്തെ പറ്റി തിരുമൂലദേവൻ എന്താണ് പറയുന്നത് നോക്കൂ. ഇരുട്ടറ മൂലയിങ്കൽ മറവായിരുന്ന കുമ്മരി കുരുട്ടു കിഴനെ ചേർന്നിടുവാൻ ആഗ്രഹിച്ച് കുരുട്ടിനെ നീക്കി ഗുണം പലതെല്ലാം കാട്ടി മിരട്ടി അവനെ കല്യാണം കഴിച്ചുവല്ലോ. അപ്പോൾ ഒരു കുമാരി ഒരു കിഴനെ കല്യാണം കഴിക്കുന്ന രംഗമാണ്. ഒരു കുമാരി തൻ്റെ വരനെ സ്വീകരിക്കുന്ന എങ്ങനെയാണോ സ്വീകരിക്കുന്നത് എന്നതിനെ കുറിച്ച് തിരുമൂലദേവൻ ഇവിടെ വളരെ ആലങ്കാരിക മട്ടിൽ, തമാശ മട്ടിൽ, ഒരു ഹാസ്യഭാവത്തിൽ ആ രംഗം ചിത്രീകരിക്കുകയാണ്. നോക്കൂ, ഇരുട്ടറ മൂലയിങ്കൽ മറവായിരുന്ന കുമരി, ഇരുട്ടറയിൽ മറഞ്ഞു നിൽക്കുന്ന കുമാരി. ആ പെൺകുട്ടി ഇരുട്ടറയിലാണ്, അവൾ മറഞ്ഞു നിൽക്കുകയാണ്. അവൾ കുരുട്ട് കിഴനെ ചേർന്നിടുവാൻ ആഗ്രഹിച്ച് അവളുടെ കാമുകനെ ചേരാൻ ആഗ്രഹിച്ചു. ആ കാമുകനെ കുരുട്ട് കിഴനെ ചേർന്നിടുവാൻ ആഗ്രഹിച്ചു. കുരുട്ട് കിഴൻ എന്ന ആ കാമുകനെ വിവാഹം കഴിക്കാൻ വേണ്ടി, ഒന്നിച്ചു ചേരാൻ വേണ്ടി ആഗ്രഹിച്ചു. എന്നിട്ടോ കുരുട്ടിനെ നീക്കി. എന്നിട്ട് ആ കുരുട്ടിനെ എല്ലാം നീക്കി. അതായത് ജന്മവാസനകളെ, തിന്മകളെ എല്ലാം മാറ്റി ഗുണം പലതെല്ലാം കാട്ടി ഗുണമേന്മയിലേക്ക് ഉയർന്നു. അതായത് ചീത്ത ഗുണങ്ങളെ മാറ്റി
നല്ല ഗുണങ്ങൾ സ്വായത്തമാക്കി അവൾ എന്ത് ചെയ്തു? മെരട്ടി, അവനെ മെരട്ടി, ഈ കിഴനെ മെരട്ടി, തൻ്റെ കാമുകനെ മെരട്ടി, അവനെ ഒരു വിധത്തിൽ പാകപ്പെടുത്തി കല്യാണം കഴിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ കുമാരി തൻ്റെ കുമാരനെ എങ്ങനെയാണ് കല്യാണം കഴിച്ചത്? കിഴനെ കല്യാണം കഴിച്ചത് കുരുട്ടിനെ നീക്കിയിട്ടാണ്. അതായത് തിന്മകളെ മുഴുവൻ നീക്കി, ചീത്ത ഗുണങ്ങളെ മുഴുവനും നീക്കി, നല്ല ഗുണങ്ങൾ സമ്പാദിച്ചപ്പോൾ ആ കിഴൻ ഇവളെ കല്യാണം കഴിക്കാൻ തയ്യാറായി. അങ്ങനെ ആ കുമാരി ഈ കിഴനെ മെരട്ടി കല്യാണം കഴിച്ചു എന്നാണ് പറയുന്നത്. വളരെ ഹാസ്യാത്മകമായ ഭാവത്തിൽ ഇവിടെ തിരുമൂലദേവൻ പറയുകയാണ്. പക്ഷെ ഈ ഹാസ്യത്തിന്റെ പിന്നിൽ മഹത്തായ ഒരു ദാർശനിക യോഗ രഹസ്യം അടങ്ങിയിരിക്കുന്നു. ഈ കുമരി എന്ന് പറയുന്ന കുമാരി ആരാണത്? സാക്ഷാൽ കുണ്ടലിനി ദേവിയാണ്. നമ്മുടെ മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി. അതാണ് ഇവിടെ പറയുന്നത്. ഇരുട്ടറ മൂലയെങ്കിൽ മറവായിരുന്ന കുമാരി. അതായത് മൂലാധാരത്തിൽ മറഞ്ഞു കിടക്കുന്ന, ഉറങ്ങിക്കിടക്കുന്ന ഈ കുമാരി എന്ത് ആഗ്രഹിച്ചു? കിഴവനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. ശിവഭഗവാനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. അതായത് ശക്തി ദേവി ശിവനോട് ചേരാൻ ആഗ്രഹിച്ചു. എന്നിട്ടോ കുരുട്ടിനെ നീക്കി. അവൾ എന്ത് ചെയ്തു? ഈ ഇരുട്ടറയിലെ ഇരുട്ടിനെ മുഴുവനും നീക്കി. അതായത് മാലിന്യങ്ങളെ മുഴുവനും നീക്കി, തിന്മകളെ മുഴുവൻ നീക്കി. എന്നിട്ട് ഗുണം സമ്പാദിച്ചു, സദ്ഗുണങ്ങൾ സമ്പാദിച്ചു. അങ്ങനെ സാത്വിക ഗുണം സമ്പാദിച്ചിട്ട് അവൾ ശിവനെ തീവ്രമായ തപസ്സിനാൽ മെരട്ടി പ്രലോഭിപ്പിച്ച് കല്യാണം കഴിച്ചു. അതായത് മൂലാധാരത്തിൽ മറഞ്ഞു കിടന്നിരുന്ന കുണ്ടലിനി ശക്തി എന്ന ദേവി മേലോട്ട് കയറി സഹസ്രാരത്തിലെ ശിവനുമായി മേളിച്ചു. ഇതാനെയാണ് ശക്തി നിപാതം എന്ന് പറയുന്നത്. അപ്പോൾ ശക്തിയോട് ചേർന്ന് നിന്ന് ശക്തിയെ ശിവനുമായി ഒന്നിപ്പിക്കുന്ന രാജയോഗ വിദ്യയുടെ മൂലമാണ് ഇവിടെ തിരുമൂലദേവൻ വ്യക്തമാക്കുന്നത്. ഇരുട്ടറയിൽ മങ്ങിക്കിടന്ന കുണ്ടലിനി ദേവി തൻ്റെ കുരുട്ടിനെ മുഴുവനും നീക്കി, അതായത് മായയെ മുഴുവൻ നീക്കി, കുണ്ടലിനി ശക്തി മേലോട്ട് ഷടാധാരങ്ങളിലൂടെ കയറി ശിവനെ പ്രാപിക്കുന്നു. അതൊരു തീവ്രമായ തപസ്സാണ്. പഞ്ചാഗ്നി മധ്യത്തിലുള്ള കൊടും തപസ് കുമാരസംഭവത്തിൽ ചിത്രീകരിക്കുന്നുണ്ട് കാളിദാസൻ. ആ പഞ്ചാഗ്നി മധ്യത്തിലുള്ള കൊടും തപസ്, പഞ്ചാഗ്നി എന്ന് വെച്ചാൽ 5 മണ്ഡലങ്ങൾ, നമ്മുടെ ആധാരചക്രങ്ങളാണത്. ഈ ആധാരചക്രങ്ങളിലൂടെ പാർവതീദേവിയാകുന്ന കുണ്ടലിനി ദേവി മുകളിലേക്ക് കയറി ശിവനെ മുന്നിൽ വരുത്തി സാക്ഷാത്കരിക്കുന്ന, മെരട്ടുക എന്നാണ് കവി മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് അർത്ഥം. തിരുവല്ല വളരെ മനോഹരമായിട്ട് ആ മെരട്ടുക എന്ന വാക്കുപയോഗിച്ചു. ശിവനെ ശരിക്കും വളരെ ബുദ്ധിമുട്ടിച്ചിട്ടാണ് മേളിച്ചത്. അത് വളരെ എളുപ്പത്തിൽ കുണ്ടലിനി ശക്തിക്ക് ശിവനുമായി മേളിക്കാൻ പറ്റില്ല. അതിന് തീവ്രമായ തപസ് വേണം. ആ തപസ് അനുഷ്ഠിച്ചവർക്ക് മാത്രമേ ഈ കുണ്ടലിനി ശിവശക്തി മേളനം നടക്കുകയുള്ളൂ. ശിവശക്തി ഐക്യരൂപിണി ആയ ആ ദേവിയുടെ ചിത്രമാണ് ശക്തി നിപാതത്തിലെ മന്ദതര ശക്തി നിപാതത്തിൽ കവി ചിത്രീകരിക്കുന്നത്. ഇനി നോക്കൂ, ഇരുൾ നീക്കി എന്നാൽ ജനനത്തെ തള്ളി മാറ്റി അരുളുമാറിയിടും ആവണ്ണമാതി അരുളും പരന്ന് അഹന്ത ചെറ്റൊഴിയാത്ത വാനവർകോനായിടും ശിവനോടുകൂടി നിത്യാനന്ദത്തെ പ്രാപിച്ചിടും. അവൾ ശിവനോടുകൂടി നിത്യാനന്ദത്തെ പ്രാപിക്കുന്നു. എങ്ങനെ? ഇരുൾ നീക്കി എന്നാൽ ജനനത്തെ തള്ളി മാറ്റി. ഇരുൾ നീക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജന്മവാസനകളെ അത്രയും ഇല്ലാതാക്കി. നമ്മുടെയൊക്കെ ജന്മവാസനകൾ നമ്മളെ നിരന്തരം പിന്തുടരുകയാണ്. അതുകൊണ്ടാണ് കവി പാടുന്നത്, ജന്തുവിന് തുടരുന്നു വാസനാബന്ധം
ഇങ്ങ് ഉടല് വീഴുവോളം ആ വാസനാബന്ധങ്ങളെ നീക്കി ജനനത്തെ തള്ളി മാറ്റി അരുളുമാറിയുടെ ആവണ്ണം ആദ്യ അരുള് പരന്ന്, ഈ ആദ്യ അരുള്, ഈ ശിവാനുഗ്രഹം എല്ലായിടത്തും പരന്ന് അഹന്ത ചെറ്റ് ഒഴിയാത്ത വാനവരോനായിടും. അപ്പോഴും അഹന്തയുടെ ഒരു ചെറിയ കണിക അയാളിൽ കാണാം. ആ ചെറിയ അഹന്തയോടുകൂടി വാനവർ കോനായിടും, വാനവരുടെ ദേവേന്ദ്രനായി ശിവനോടുകൂടി നിത്യാനന്ദത്തെ പ്രാപിക്കുന്നു. അപ്പോൾ ജന്മവാസനകളെ മുഴുവനും മാറ്റി അഹന്തയുടെ ഒരു ചെറിയ കണിക മാത്രം ശേഷിച്ച് അഹന്തയുടെ 99% ഇല്ലാതാക്കിക്കൊണ്ട് ആദി അരുളായി പരന്ന് വാനവർ കോനായിടും ദേവന്മാരുടെ അധിപനായി ശിവനോടുകൂടി നിത്യാനന്ദത്തെ സാധകൻ പ്രാപിക്കുന്നു. അപ്പൊ ദേവന്മാരുടെ ദേവനായിട്ട് ഈ സാധകൻ മാറുന്നു. പിന്നെ നോക്കൂ അടുത്ത്, വിളക്കൊളിയാൽ ഇരുട്ടറയിൽ പൊരുളിനെ കാണും പോലെ വെളിയിലങ്ങ് ഈ അജ്ഞാനാന്ധകാരം ഈ ദേഹത്തിന്റെ ശിവമായി നിന്നിടുന്ന പൊരുളിനെ ശക്തി തന്റെ അവതാരം കൊണ്ട് കാണാമെന്ന് നീ അറിഞ്ഞിടൂ. അപ്പോൾ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ശവശരീരമാണ്. അജ്ഞാനാന്ധകാരത്തിൽ മുങ്ങിക്കിടക്കുന്നതാണ് ഈ ദേഹം. അപ്പോൾ നമ്മിൽ പാശം നിറഞ്ഞു നിൽക്കുന്നു, ബന്ധനം നിറഞ്ഞു നിൽക്കുന്നു, അജ്ഞാനാന്ധകാരം നിറഞ്ഞു നിൽക്കുന്നു. ഈ അജ്ഞാനാന്ധകാരത്തെ വിളക്കൊളിയാൽ ഇരുട്ടറയിൽ പൊരുളിനെ കാണും പോലെ, വിളക്കുകൊണ്ട്, വിളക്കിലെ പ്രകാശം കൊണ്ട് എങ്ങനെയാണോ ഇരുട്ടറയിലെ ഇരുട്ടിനെ നീക്കുന്നത്, അതേപോലെ ഈ കുണ്ടലിനിയാകുന്ന പ്രകാശം കൊണ്ട് ഇരുട്ടറയെ, അജ്ഞാനമാകുന്ന അന്ധകാരത്തെ പൂർണ്ണമായും ഈ ദേഹത്തിൽ നിന്ന് മാറ്റി ശിവമായി നിന്നിടുന്ന പൊരുളിനെ, ശിവമായ പൊരുളിനെ ശക്തി തന്റെ അവതാരം കൊണ്ട് കാണാം. അപ്പോൾ ശിവനെ കാണണമെങ്കിൽ ആര് വേണം? ശക്തി കൂടിയേ തീരൂ. അതായത് നമ്മിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന അജ്ഞാനമെന്ന അന്ധകാരത്തെ മാറ്റണമെങ്കിൽ ശക്തി ദീപം തെളിക്കണം. ശക്തിയുടെ ദീപം കൊണ്ട് അജ്ഞാനത്തെ ഇല്ലാതാക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ശിവമായി നിന്നിടുന്ന പൊരുളിനെ ശക്തി തന്റെ അവതാരം കൊണ്ട് കാണാം. ഈ ശക്തിയുടെ വെളിച്ചം കൊണ്ട് ഇരുട്ട് മുഴുവൻ മായുകയും അജ്ഞാനം, മായ മുഴുവനും മാഞ്ഞു പോവുകയും ശിവമായി നിന്നിടുന്നതിനെ കാണാനും ശിവനിൽ ലയിച്ചു ചേരാനും കഴിയുന്നു. അപ്പോൾ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം ഇതാണ്. ശിവനെ കാണണമെങ്കിൽ, ശിവനെ സാക്ഷാത്കരിക്കണമെങ്കിൽ ശക്തിയാകുന്ന ദേവതയുടെ ആ പ്രകാശം, വിളക്ക് നമ്മൾ കയ്യിൽ പിടിക്കണം. ശക്തിയാവുന്ന വിളക്കും പിടിച്ചുകൊണ്ട് ഈ മായയുടെ ഇരുട്ടറയിൽ ചെന്നാൽ നമ്മിൽ കുടികൊള്ളുന്ന മായയാകുന്ന, അജ്ഞാനമാകുന്ന ഇരുട്ട് പൂർണ്ണമായും മായുകയും ശിവനെ കാണാൻ കഴിയുകയും ചെയ്യും. അങ്ങനെ ശിവനെ കാണിച്ചു തരുന്ന ആരാണ്? ശക്തിയാണ്. അങ്ങനെ ശിവനുമായി മെളിക്കാൻ ശക്തി സഹായിക്കുന്നു. അങ്ങനെ ശക്തി ശിവമേളനം, അതാണ് ഇവിടെ പറയുന്നത്. ശക്തി ശിവമേളനം നടക്കുന്നു. ഓം ശിവശക്തിക്ക് രൂപിണേ നമഃ. ഓം ശിവായ തിരുമൂലർ ദേവായ നമഃ.